കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ഇൻസൈഡിൽ തന്നെയാണ് ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. LDFിൽ വലിയ തോതിൽ സീറ്റിന് വേണ്ടി പിടിവേലി കാട്ടുന്നു. രാജ്യസഭാ സീറ്റ് ആകെ 2 എണ്ണം മാത്രമാണ് LDFിനുള്ളത്. അതിനുവേണ്ടി 4 പാർട്ടികളാണ്, ഘടകകക്ഷികളാണ് ശക്തമായ വാദമുയർത്തുന്നത്. ആരെയും പിണക്കാനായി LDFിന് കഴിയത്തുമില്ല. ആരെങ്കിലും ഒരാൾ പിണങ്ങിയാൽ നേരെ ചേക്കേറുന്നത് ഒന്നുകിൽ UDFിലേക്ക് അല്ലെങ്കിൽ BJPയിലേക്ക്. അത് വലിയ ക്ഷീണമായി തന്നെ മാറും. പ്രത്യേകിച്ചും 2 വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. അതിനുള്ള കളമൊരുക്കുകയാണ് നിലവിൽ LDF. ഈ വടംവലിക്കിടയിൽ CPM വെട്ടിലായ സാഹചര്യത്തിൽ മറ്റൊരു തന്ത്രമാണ് ഇതിനിടയിൽ അണിയറയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഘടകകക്ഷികൾ ഇങ്ങനെ തർക്കമുണ്ടാക്കുന്ന ഒരു പതിവില്ല. അങ്ങനെ ഒരു സമ്പ്രദായവും ഉണ്ടാകാറില്ല. പക്ഷേ ഇത്തവണ പതിവിൽ വിപരീതമായി രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളൊക്കെ തന്നെ രംഗത്ത് വന്നത്. അതൊരു പുതിയ കീഴ്വഴക്കമായി മാറുകയും ചെയ്തു. എല്ലാ ഘടകകക്ഷി നേതാക്കളുടെയും അഭിമാന പ്രശ്നമായി തന്നെ ഈ രാജ്യസഭാ സീറ്റും മാറുന്നു. എന്തുകൊണ്ടെന്നാൽ നിരവധി കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്. എന്നാൽ ഈ വിഷയത്തെ എങ്ങനെ LDF മറികടക്കാൻ പോകുന്നു എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഇടതുമുന്നണിക്ക് കിട്ടുന്ന 2 സീറ്റിൽ ഒന്നിനായി RJDക്ക് പിന്നാലെ തന്നെ NCP കൂടി രംഗത്ത് വന്നു. ഇതിനു മുന്നേ തന്നെ CPIയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗവും ശക്തമായ നീക്കം നടത്തിയിരുന്നു. ഇതോടെ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM തന്നെയാണ് ഏറ്റവും അധികം പ്രതിസന്ധിയിലായത്. CPIയും കേരള കോൺഗ്രസ് മാണി വിഭാഗവും സീറ്റിൽ വിട്ടുവീഴ്ചയില്ല എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതോടെയാണ് മറ്റ് ഘടകകക്ഷികൾക്ക് കൂടി ആവേശമുണ്ടായതും അവർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. രാജ്യസഭയിലേക്ക് 3 അംഗങ്ങളുടെ ഒഴിവാണ് ജൂലൈ 1 കേരളത്തിൽ ഉണ്ടാകാനായി പോകുന്നത്. 1 CPMിലെ ഇളമരം കരീം, 2 CPI സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം, 3 കേരള കോൺഗ്രസ് ചെയർമാനായ ജോസ് കെ മാണി. ഇവർ വിരമിക്കുമ്പോൾ രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസിന് പിന്നാലെ മറ്റ് പാർട്ടികൾ കൂടി എത്തുന്നത് വലിയൊരു പ്രശ്നമാണ് CPMനെ സംബന്ധിച്ച് സൃഷ്ടിക്കുന്നത്. അതിനുള്ള പോംവഴികളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ഒരു സമവായത്തിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസിനെ പിണക്കിയാൽ അവർ UDFിലേക്ക് പോകുമെന്ന കിംവദന്തി പരക്കുന്നു. അതൊഴിവാക്കാൻ കേരള കോൺഗ്രസിന് വേണ്ട വിധത്തിലുള്ളൊരു വിട്ടുവീഴ്ച ഒരു തരത്തിൽ ചെയ്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 2 എണ്ണത്തിലാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്നത്. 1 CPM എന്ത് സംഭവിച്ചാലും സീറ്റ് സ്വന്തമാക്കും. നേരത്തെ തന്നെ അത് തീരുമാനിച്ചതാണ്. ബാക്കിയുള്ള ഒരൊറ്റ സീറ്റാണ്. അതിനുവേണ്ടിയാണ് ഈ 4 ഘടകകക്ഷികളും പിടിമുറുക്കിയത്. 4 കക്ഷികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് ഈ സീറ്റ് ആവശ്യപ്പെടുന്നത്. ഇടതുമുന്നണിയുടെ ആ ഒരൊറ്റ സീറ്റിന് വേണ്ടി RJDക്ക് പിറകെ NCP കൂടി രംഗത്ത് വന്നതോടെ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM ആകെ വെട്ടിലായിരിക്കുകയാണ്. RJD MP ശ്രേയസ് കുമാറിന് വേണ്ടിയും NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയ്ക്ക് വേണ്ടിയുമാണ് ഈ സീറ്റ് അഭ്യർത്ഥിക്കുന്നത്. CPIയും പിന്നീട് കേരള കോൺഗ്രസ് മാണി വിഭാഗവും പിന്നോട്ട് പോകില്ല എന്നുള്ള തിരിച്ചറിവുണ്ടായതോടെയാണ് മറ്റ് ഘടകകക്ഷികളും വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം ഉണ്ടാക്കിയത്. കേരളത്തിൽ LDFന് ഭരണ തുടർച്ച കിട്ടാനായി കേരള കോൺഗ്രസിന്റെ സാന്നിധ്യം നിർണായകമാണെന്നുള്ള അഭിപ്രായമൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തങ്ങളെ ഉറപ്പായും പരിഗണിക്കണം എന്നുള്ള ഒരു സൂചന തന്നെയായിരുന്നു. അതൊരു ഭീഷണിയായി തന്നെ നോക്കിക്കണ്ടാലും തെറ്റില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ രാജ്യസഭയിലെ കാലാവധി അവസാനിക്കുന്ന പക്ഷം ജോസ് കെ മാണിക്ക് മറ്റൊരു സ്ഥാനമാനം നൽകി എങ്ങനെയും ഈ പ്രശ്നത്തിൽ രമ്യമായി പരിഹാരം കണ്ടെത്താൻ തന്നെയാണ് CPM തീരുമാനിക്കുന്നത്.